സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, മറവി. എന്താ ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഫോർഗെറ്റിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഫർമേഷൻ ദാറ്റ് വാസ് പ്രീവിയസ്ലി ലേൺ ഓർ സ്റ്റോർഡ് ഇൻ മെമ്മറി ബിക്കംസ് ഇൻആക്സസിബിൾ ഓർ ലോസ്റ്റ് ഓവർ ടൈം. എന്താ പറയുന്നത്? ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രോസസ്സാണ്. എന്തിൻ്റെ പ്രോസസ്സാണ്? നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻ്റെ എന്ത് സംഭവിക്കുന്നു? അത് നമുക്ക് പിന്നെ ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്യുകയോ ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർഗെറ്റിംഗ്, മറന്നു പോവുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിയാമായിരുന്നു, നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ അത് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയി കംപ്ലീറ്റ്ലി. ആ ഒരു ഫേസിനെയാണ് നമ്മൾ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർഗെറ്റിങ്ങിനെ പറ്റി സിസ്റ്റമാറ്റിക്കലി പഠിച്ചൊരു സൈക്കോളജിസ്റ്റ് ആണ് ഹെർമൻ ബിഗിംഗസ്. ഓക്കെ, എബിംഗസ്. ഈ ഹെർമൻ എബിംഗസിന്റെ ആണ് നമ്മുടെ ഫേമസ് കർവ് ഓഫ് ഫോർഗെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട് ഹെർമൻ എബിംഗസ്. അപ്പം എന്താ ഈ കർവ് ഓഫ് ഫോർഗെറ്റിംഗ്? എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ ദ ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആൻഡ് in the late 19th century, and this describes how information is lost over time. എങ്ങനെയാണ് നമ്മുടെ എന്താ പറയുക ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമുക്കുള്ള എന്താ പറയുക അറിവുകൾ ഓവർ ടൈം അല്ലെങ്കിൽ സമയം കടന്നു പോകും തോറും അതെങ്ങനെയാണ് നഷ്ടപ്പെടുക എന്നതിൻ്റെ പഠനമാണ് ആര് നടത്തിയത്? ഹെർമൻ എബിംഗസ് നടത്തിയത്. ഓക്കെ, സോ ഫോർഗെറ്റിംഗ് കർവ് എന്താ തരുന്നത്? എത്ര വേഗമാണ് നമ്മുടെ ഇൻഫർമേഷൻ ലോസ് ആവുന്നത്, അല്ലെങ്കിൽ ഏതൊരു പോയിന്റിലാണ് നമ്മളത് മറന്നു പോകുന്നത് എന്നതാണ് ഈ ഫോർഗെറ്റിംഗ് കർവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർഗെറ്റിംഗ് കർവ് ഇപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. ആ ഒരു ലൈൻ ഇല്ലേ, കറുത്ത ലൈൻ, അതാണ് നമ്മുടെ കർവ്. അപ്പം പറയുന്നുണ്ട് എന്താണ്? നമ്മളിപ്പോൾ ക്ലാസ്സിൽ ഇരിക്കാന്ന് വെച്ചോ, ക്ലാസ്സിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? നമ്മൾ കംപ്ലീറ്റ്ലി ആ ഇൻഫർമേഷൻ നമ്മൾ കേട്ടുകൊണ്ടും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടും ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ ലോഡ് എന്ന് പറയുന്നത് 100% ആണ്. എന്നാൽ ആ ക്ലാസ് കഴിയുമ്പോൾ തന്നെ എന്തായി? ആ കർവ് താഴോട്ട് പോകുന്ന കണ്ടു, ഒരു സ്റ്റീപ്പ് ഫോൾ ആണ് അല്ലേ? ആ ജസ്റ്റ് ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്തായി? ദർ ഇസ് എ വെരി ക്വിക്ക് ലോസ്. പെട്ടെന്ന് നമ്മൾ അതുവരെ പഠിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് എന്തായി? മറന്നു പോകാൻ തുടങ്ങുകയാണ്. അതിൻ്റെ ആ ലോസിന്റെ സ്റ്റീപ്നെസ് നോക്കണം, വളരെ പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്തായി? അതായത് നമ്മളിത് കേട്ട് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം 50% നമ്മൾ ആ കാര്യത്തെ പറ്റി മറന്നു കഴിഞ്ഞു എന്നാ പറയുന്നത്. എന്നാൽ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കോ 44% മാത്രമേ നമുക്ക് അതിൻ്റെ എന്തുണ്ട് ബാക്കി ഓർമ്മയുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു താഴ്ച നോക്കണം, പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. പിന്നെ എന്താണ്? അത് പയ്യാണ് നമ്മൾ മറന്നു പോകുന്നത്. അതായത് ഒരു ദിവസം കഴിയുമ്പോൾ ഏകദേശം 33% മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവത്തുള്ളൂ. എന്നാൽ 6 ദിവസം കഴിയുമ്പോഴേക്കും അതിന്റെ 25% നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഫോർഗെറ്റിംഗ് നടക്കുന്നതെന്നാണ് ആര് എക്സ്പ്ലെയിൻ ചെയ്തത്? ജർമ്മൻ ഫിസിയോളജിസ്റ്റ് ആയ എബിംഗം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഇനീഷ്യൽ റാപ്പിഡ് ഡിക്ലൈൻ. നമ്മൾ പറഞ്ഞു അല്ലേ, ഇനീഷ്യൽ ആയിട്ട് ആദ്യത്തെ ഒരു പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? റാപ്പിഡ് ആയിട്ട് നമ്മൾ എന്താണ് ആ ഇൻഫർമേഷൻ ലൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ റൈറ്റ് ആഫ്റ്റർ ലേണിംഗ് മെമ്മറി റിട്ടൻഷൻ ഡ്രോപ്സ് സിഗ്നിഫിക്കൻ്റ്ലി. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ലേണിംഗ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഉള്ള ആ സമയത്ത് എന്താണ്? നമ്മുടെ ലേണിംഗ് എന്തായി? ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാണ്. എന്നാൽ വിതിൻ ദ ഫസ്റ്റ് 24 hours പീപ്പിൾ ക്യാൻ ഫോർഗെറ്റ് അബൌട്ട് ഹൗ മച്ച് പെർസെൻറ്റ്? 80% ഓഫ് ദ ഇൻഫർമേഷൻ ദ ലേൺഡ്. അപ്പം ഒരു ദിവസത്തിനുള്ളിൽ നമ്മളിപ്പം ഇന്ന് പഠിച്ചൊരു കാര്യം നാളെ രാവിലെ നമ്മൾ അത് ആലോചിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ 80% ആ കാര്യത്തെ പറ്റി എന്തായിട്ടുണ്ടാവും? മറന്നിട്ടുണ്ടാവും. 50 to 80% നമ്മൾ ഫോർഗെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഗ്രാജുവൽ ഡിക്ലൈൻ. ഗ്രാജുവൽ ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ദ ഇനീഷ്യൽ സ്റ്റീപ്പ് ഡ്രോപ്പ്, അതായത് ഇത്രയും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ആഫ്റ്റർ ദ ഇനീഷ്യൽ സ്റ്റീപ്പ് ഡ്രോപ്പ് ദ റേറ്റ് ഓഫ് ഫോർഗെറ്റിംഗ് സ്ലോസ് ഡൗൺ. അതായത് പിന്നെ നമ്മൾ മറക്കുന്നതിന്റെ ആ ഒരു റേറ്റ് എന്താണ്? പിന്നെ പതിയാണ് നമ്മൾ കാര്യങ്ങൾ മറക്കുന്നത്. ആൻഡ് ഓവർ ടൈം ദ റേറ്റ് ഓഫ് മെമ്മറി ഡിക്കേസ് ബിക്കംസ് മച്ച് സ്ലോവർ. അപ്പൊ സമയം പോകുന്തോറും ഈ പെട്ടെന്ന് എന്നുള്ളത് എന്തായി? അത് ഗ്രാജുവൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നെ എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇമ്പാക്ട് ഓഫ് റിഹേഴ്സൽ. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അത് പിന്നെയും ഓർമ്മപ്പെടുത്തുക, സ്വയമേ ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിഹേഴ്സൽ എന്ന് പറയുന്നത്.
ഓക്കെ. സോ അതിന്റെ ഇമ്പാക്ട് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാം. എന്താണ്? റെഗുലർ റിവ്യൂ ഓർ റിപ്പീറ്റേഷൻ ഓഫ് ദ മെറ്റീരിയൽ ഹെൽപ്സ് റീറ്റെയിൻ ഇൻഫർമേഷൻ. ഇപ്പൊ നമുക്കൊരു കാര്യം പഠിക്കണമെന്നുണ്ട്, നമുക്ക് ആ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ട്, നമ്മുടെ പെർമനന്റ് മെമ്മറിയിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് അത് റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. റിഹേഴ്സൽ ആവശ്യമാണ്. ഈച്ച് റിവ്യൂ സെഷൻ സ്ട്രെങ്തൻസ് ദ മെമ്മറി, മേക്കിംഗ് ഇറ്റ് മോർ റെസിസ്റ്റന്റ് ടു ഫോർഗെറ്റിംഗ്. അതായത് ഓരോ വട്ടം നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്നത്? ആ ഫോർഗെറ്റിങ്ങിനുള്ള ചാൻസ് കുറവും റിമെമ്പറിങ്ങിനുള്ള ചാൻസ് കൂടുതലുമായിട്ട് വരികയാണ്. പിന്നെ എന്താ പറയുന്നത്? സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അതായത് എബിംഗംസ് റിസർച്ച് സജസ്റ്റ് ദാറ്റ് സ്പേസിംഗ് ഔട്ട് ലേണിംഗ് സെഷൻസ് ഓവർ ടൈം ഈസ് മോർ ഇഫക്റ്റീവ് ഫോർ ലോങ് ടേം റിട്ടൻഷൻ ദാൻ ക്രാമിംഗ് ഓൾ ലേണിംഗ് ഇൻ ടു വൺ സെഷൻ. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇതെന്താന്ന്? നമ്മൾ പരീക്ഷയുടെ തലേന്ന് പഠിച്ചു. ഓക്കെ, നമ്മൾ പരീക്ഷയുടെ 2 കുട്ടികൾ എടുക്കുക. ഒരു കുട്ടി പരീക്ഷയുടെ തലേന്ന് പഠിച്ചിട്ടാണ് എഴുതുന്നത്, മറ്റേ കുട്ടി ആ ഒരു സെമസ്റ്റർ മുഴുവൻ പഠിച്ചു, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഇയർ മൊത്തം പഠിച്ച് പയ്യെ 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 പഠിച്ചാണ് പരീക്ഷ എഴുതാൻ നോക്കാം. പരീക്ഷ 2 പേരും എഴുതി, 2 പേർക്കും മാർക്ക് കിട്ടി. എന്നാൽ പരീക്ഷ കഴിഞ്ഞാല് ഈ പഠിച്ച കാര്യങ്ങൾ ആർക്കാ ഓർമ്മയുണ്ടാവുക? ആർക്കാ ഓർമ്മയുണ്ടാവുക? പെട്ടെന്ന് പഠിച്ചു തീർത്ത കുട്ടിക്കാണോ അതോ പയ്യെ ഒരു വർഷം എടുത്ത് പഠിച്ച കുട്ടിക്കാണോ? എന്തായാലും പയ്യെ ഒരു വർഷം സമയം എടുത്ത് പഠിച്ച കുട്ടിക്കാണ് ഓർമ്മയുണ്ടാവുക. എന്തുകൊണ്ടാണ്? ആ ഒരു വർഷം എന്ത് ചെയ്തു ഈ കുട്ടി? പല തവണ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് റിഹേഴ്സ് ചെയ്ത് പഠിച്ചു അല്ലേ? അതായത് സ്പേസ് ചെയ്ത് നന്നായിട്ട് റിഹേഴ്സ് ചെയ്ത് പ്ലാൻ ചെയ്ത് പഠിച്ചു. അപ്പൊ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ എന്താണ്? ആ കാര്യം നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫോർഗെറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്തായി? കുറഞ്ഞു. ഓക്കെ. സോ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലേണിംഗ് പ്രോസസ്സിൽ. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ കണ്ടു 100%ന്ന് 50% ആവാൻ എന്താണ് 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പോലും എടുക്കുന്നില്ല. അതിന് മുന്നേ അതെന്തായി? 50% ആയി. എന്നാൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ ഒരു പോർഷൻ നമ്മൾ എടുത്തൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 50% ആകുന്നതിന് മുന്നേ അതിനെ തിരിച്ചെവിടെ കൊണ്ടുവരാം? 80%ൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ 90%ൽ കൊണ്ടുവരാം. അപ്പൊ താഴോട്ട് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകൂടെ റിവൈസ് ചെയ്ത് എന്നിട്ട് 2 പീരീഡ് കഴിഞ്ഞ് അതൊന്നും കൂടെ ഒന്ന് നോക്കിയാൽ എന്തായി? അത് പിന്നെയും റിഹേഴ്സലായി, റിപ്പീറ്റേഷൻ ആയി. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അത് എന്തിലോട്ട് പോവുകയാണ്? പയ്യെ പയ്യെ റിമെമ്പറിങ് സൈഡിലോട്ടാണ് പോകുന്നത്, ഫോർഗെറ്റിംഗ് സൈഡിൽ നിന്ന് മാറിയിട്ട്. ഓക്കെ. സോ ഇതെന്താണ്? ഇത് ടെക്നിക്കാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? ഫോർഗെറ്റിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. റിഹേഴ്സൽ ആൻഡ് റിപ്പീറ്റേഷൻ വിൽ ഹെൽപ്പ് us to handle what? Forgetting, or will help us to reduce forgetting.